ശിശു, എനിക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ഒന്ന് കൊടുത്തു. എന്നിട്ടാ ശശിഭായെ ചെന്ന് കാണാം. ഇനിയിപ്പോൾ ശശി പഴയതുപോലെ ഒന്നും ചെയ്യാറില്ല എന്നുള്ള കേട്ടെ. ശശിഭായിക്ക് ഇന്നും ഒരു വിലയുണ്ട്. ചേർക്കേണ്ടത് നന്നായി തുന്നി ചേർക്കാനും കുറയ്ക്കേണ്ടത് നന്നായി വെട്ടി കുറയ്ക്കാനും അറിയുന്ന ഒരാൾ. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റാനിട്ടല്ല. കൊന്നു തടം നായിൻ്റെ മോനെ ഞാൻ. എന്തായത് ചെറിയ കുട്ടികളെ പോലെ. നോക്കിയും കണ്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ശശിഭായ് ചെന്ന് കാണാം. ഡേ, വല്ലതും നടക്കോ? വരട്ടെ, ശശിഭായ് വരട്ടെ. ശശിഭായ് കുമാർ ഗ്രൂപ്പ്. ഇരിക്കെ. എത്ര നാളായി? കുടിക്കാൻ എന്താ? കുടിക്കാനൊന്നും വേണ്ട. ഈ പ്രശ്നത്തെ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ശശി ഗ്രൂപ്പ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇടപെടാറില്ല. പക്ഷേ ഇതിപ്പോൾ ന്യായം കുമാറിൻ്റെ ഭാഗത്താണല്ലോ. എന്നൊക്കെ വലിയ സ്ഥാനം ഞാൻ അവന് കൊടുത്തു. എന്നിട്ടാ അവൻ മനസ്സിലാക്കണം ശശി. നന്മയ്ക്ക് വേണ്ടി ശശി ഗ്രൂപ്പ് എന്നും നിലകൊള്ളും. കൊന്ന് തള്ളണപ്പന്നെ പൊലയാടി മോനെ. കുമാറിൻ്റെ കാര്യം സംസാരിക്കാൻ ഞാൻ പോവാം കണ്ണൻ്റെ അടുത്ത്. പിന്നെ ഒരു മീറ്റിങ്ങിന് കണ്ണൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണനെ ലോക്ക് ചെയ്യാം. ഇതിപ്പോൾ നിന്നെ വിടാന്ന് വെച്ചാൽ കൂടെ വരാൻ ആരുണ്ട്? ഒരാളുണ്ട്. ഞാനൊന്നൊരു പയ്യനെ കൊണ്ടുവന്നിട്ട്, ജെറി. എന്തിനാ ജെറിമോൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്? എനിക്കാരെയും മൂട് വാങ്ങാൻ പറ്റില്ല. ഞാൻ കാണുന്നവരൊക്കെ ആരെങ്കിലും അടിമയായിരിക്കും, അല്ലേ അവരെ കഴുത.
അല്ലേ അവരുടെ ചവിട്ടുപടി. കോപ്പിലെ പരിപാടി എന്തിനാ? എനിക്ക് പറ്റില്ല. എനിക്ക് ചെറുപ്പം തൊട്ടേ പരിചയമുള്ള പയ്യനാണ് നമ്മുടെ സൂസി ടീച്ചറിൻ്റെ മോൻ. നമുക്കൊന്ന് നോക്കാൻ പോയി. ജെറിമോൻ്റെ മനസ്സിലിപ്പോൾ എല്ലാവരോടും ദേഷ്യമോ? നമ്മൾ ചിലർക്ക് ഒരു നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ചില സഹായങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. ലോക നന്മയാണ് നമ്മുടെ ലക്ഷ്യം, അല്ലാതെ ദേഷ്യം തീർക്കലല്ല. ഞാനും ചിലവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ജോലിക്ക് എന്നെ ഉപയോഗിക്കൂ അല്ലേ ശിശു അല്ലേട്ടാ? ബൈ, ഒരു മിനിറ്റ്. ഡാ, ഒന്ന് അപ്പുറത്തേക്ക് മാറിയിരിക്കേ. അങ്ങോട്ട് മാറിയിരിക്കേ. ബൈ, ഞാൻ ആ നസീറിനെ കണ്ടിരുന്നു. പുള്ളി അടുത്ത ആഴ്ച എന്തായാലും ഞാൻ അവന് ഷർട്ടും പാൻറ്റും ടൈയും ഒക്കെ മേടിച്ചു കൊടുത്ത. പക്ഷേ ഞാൻ കരുതിയില്ല അവൻ ഈ കോലത്തിൽ കയറി വരും. വേറെ ആളില്ല. ഓക്കെ ബൈ. ഒരാളുമായി വളരെ അടുത്ത്, അയാളുടെ അറിയാനുള്ളതെല്ലാം അറിഞ്ഞിട്ട് ഇനിയൊന്നും അറിയാനില്ല എന്ന് വരുമ്പോൾ ഇട്ടിട്ട് കടന്നു കളയുന്നത് ശരിയാണോ? കുമാറിൻ്റെ കൂടെ നിൽക്കണമെന്ന് കുമാറിനേക്കാൾ ആഗ്രഹമുണ്ട് എനിക്ക്. സത്യം പറഞ്ഞാൽ ഈ ബിസിനസ് ഇപ്പം നഷ്ടത്തിലാണ്. ഞാൻ കുമാറിൻ്റെ കൂടെ നിന്നാൽ ആർക്കാ നഷ്ടം ഉണ്ടാവുക? കുമാറിന്. ആ, കുമാറിന്. അതെനിക്ക് സഹിക്കില്ല. അതാ ഞാൻ നിൽക്കാതെ. നഷ്ടം അത് പുള്ളിക്കൊരു വിഷയമേ അല്ല. പുള്ളി നിങ്ങളൊരു നല്ല സുഹൃത്തായാണ് കാണുന്നത്. ഈ ശശി ഒരു ടൈലർ ആയിരുന്നോ, അതോ അയാളുടെ ഫാദർ ആയിരുന്നോ ടൈലർ? അവർ കുടുംബപരമായിട്ട് ടൈലേഴ്സ് ആയിരുന്നു. വേൾഡ് ടൈലേഴ്സ് കേട്ടിട്ടില്ലേ? ഈ പ്രശ്നത്തിൽ മിസ്റ്റർ ശശിയെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കുടിക്കാൻ ചായ കാപ്പിയോ? കാപ്പി. ലൈം ജ്യൂസ് ഉണ്ടോ? ലിംക ഉണ്ട്, ലിംക. സുനിലേ, ഒരു കാപ്പി. എന്തായിരിക്കുന്നേ? കാപ്പിക്കാണോ? കാപ്പി എനിക്കാ. നീയൊക്കെ എന്താ വിചാരിച്ചേ? നീയൊക്കെ വന്ന് വിളിച്ചാ കണ്ട തയ്യക്കാരന്മാരുടെ അടുത്തേക്ക് ഞാൻ വരുമെന്നു? എണീക്ക്, രണ്ടും എണീക്കാൻ. രണ്ടും കൂടെ എണീച്ച് സ്ഥലം വിട്ടോണം. ഇനി ഈ ഭാഗത്തെങ്ങാനും കണ്ടാ രണ്ടെണ്ണത്തിൻ്റെ ഇമ്മാണി ഞാൻ ചെത്തിക്കളയും. ഉമ്മാണിയോ? ഇറങ്ങിപ്പോടാ മായി. വാചരി, പോകാം. ജെറി,
അവൻ ചത്താ നമുക്കൊക്കെ കൂടെ ജയിലിൽ പോവാം. ചത്തില്ലെങ്കിൽ വേഗം സ്വർഗത്തിലേക്ക്. ജെറി എവിടെ? ജെറി പോണ്. ഇതാണ് കണ്ട തയ്യക്കാരെയൊക്കെ പണിയേപ്പിച്ചുള്ള പ്രശ്നം. ഇവനും വല്ല തയ്യക്കാരനായിരിക്കുമല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കണം. ശിശു, മര്യാദ. ശശി, നീ പിള്ളേരോട് എന്നെക്കുറിച്ച് എന്താടാ പറഞ്ഞു കൊടുത്തേക്ക്? പിള്ളേരുടെ ഒരു വ്യത്യാസമില്ലാതെ പെരുമാറി. അവർക്ക് ആരോടാ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പഴയ സ്വഭാവം വല്ലതും വെച്ചായിരുന്നെങ്കിൽ ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. ഇത് എൻ്റെ പ്രശ്നം. മക്കളെ, ഇനി മുതൽ നിങ്ങളെ പ്രശ്നം. ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ശിശു, ഇനിയൊരു മനുഷ്യനോട് മിണ്ടിപ്പോരുത്. ആ ബോഡി ഞാൻ ഇന്ന് തന്നെ മുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കേസും ഇല്ല, ഒരു പുല്ലുമില്ല. ജൂലി, നീ ഇപ്പൊ എവിടെയാ? ആരാ? സിസ്റ്റർ കോൺസ്റ്റാന്റീന. സിസ്റ്റർ എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് ആരെങ്കിലും പെട്ടെന്നൊന്ന് വരാൻ പറയൂ. എന്താ പ്രശ്നം? ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. സിസ്റ്റർ 5282 വിളിച്ച് കുരുവയോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. താൻ ആദ്യം വാതിലോർക്ക്. സിസ്റ്റർ ഇവിടുത്തെ ഫോൺ മുഴുവൻ കട്ടാ, എല്ലാം പോയി കിടക്ക. സിസ്റ്റർ 5282 വിളിച്ച് കുരുവയോട് ഗോഡൌൺ ഓഫീസിലേക്ക് പെട്ടെന്ന് വരാൻ പറയണം. ഇവിടെ ഭയങ്കര പ്രശ്നം എന്ന് പറയണം. കുരുവിനെയൊക്കെ ഞാൻ വിളിക്കാം. താൻ ആദ്യം വാതിലോർക്ക്. പ്രശ്നങ്ങളെ നേരിടാനല്ലേ വിശ്വാസത്തിന്റെ ആവശ്യം. എന്റെ പൊന്നു സിസ്റ്റർ, സിസ്റ്റർ ഇപ്പൊ സഹായിക്കുമെന്നാണ് എന്റെ ഇപ്പോഴത്തെ വിശ്വാസം. അയ്യോ, ചോര ചോര കണ്ടാൽ എനിക്ക് തല കറങ്ങും. സിസ്റ്റർ, 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 സുനിലിന്റെ ചെറുപ്പത്തിൽ ആരെങ്കിലും കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒരിക്കലൊരു ചെന്നായയുടെ തൊണ്ടയിൽ മുള്ളു കുടുങ്ങി. മുള്ളെടുക്കാൻ ചെന്നായ ഒരു കൊറ്റിയെ സമീപിച്ചു. മുള്ളെടുത്താൽ സമ്മാനം തരാം. ചെന്നായ പറഞ്ഞു. കൊറ്റി മുള്ളെടുത്തു. സമ്മാനം? കൊറ്റി ചോദിച്ചു. ചെന്നായ എന്തു പറഞ്ഞു കാണും? ചെന്നായുടെ വായില് തലയിട്ടിട്ട് ഇന്നുവരെ ഒരു കൊറ്റിയും ജീവനോടെ അത് എടുത്തിട്ടില്ല.
ജീവനേക്കാൾ വലിയ സമ്മാനം എന്താണ്? ചെന്നായുടെയും കൊറ്റിയുടെയും കഥ ഞാൻ പറഞ്ഞ സുനിൽ കേട്ടോ? കേട്ടു. എങ്കിൽ പറ, ഈ കഥയുടെ ഗുണപാഠം എന്താണ്? ഒരിക്കലും ഒരു ചെന്നായുടെ വായിപ്പോയി തലയിടരുതെന്ന്. ഒരിക്കലും ഒരു ചെന്നായെ വിശ്വസിക്കരുത്. ഇതിൽ ആരാ ചെന്നായി, ആരാ കൊറ്റി? ഞാൻ കൊറ്റിയും സിസ്റ്റർ ചെന്നായി. കണ്ണൻ സാറിന്റെ ബോഡി എനിക്ക് ഇവിടുന്ന് പുറത്തു കൊണ്ടുപോകണം. അതിന് സുനിൽ തടസ്സം നിൽക്കാതിരുന്ന സിസ്റ്റർ സുനിലിനൊരു സമ്മാനം തരും. മനസ്സിലായോ? മനസ്സിലായി. വിരോധമില്ലെങ്കിൽ സുനിലിന്റെ കയ്യിലിരിക്കുന്ന ലിംകി എനിക്കും തരുമോ? വല്ലാത്ത ദാഹം. എന്താടാ ചിരിക്കുന്നേ? മാന്യമായ ഭാഷ. ക്ഷമിക്കണം, ഞാനൊരു നിമിഷം എന്നെ മറന്നുപോയി. എന്തിനാ ചിരിക്കുന്ന? നിങ്ങളെ പോലെ ഒരുപാട് പേര് എന്നെ തുറച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ആരും എന്നെ കാണുന്നില്ല. ആരും എന്നെ കാണുന്നില്ല. സോറി ജെറി. thank you